കളിക്കളത്തിലെ കിരീടം, ഹൃദയത്തിലെ വിശ്വാസം. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സ്നേഹിതരെ, നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ ക്രിക്കറ്റ് താരം ജെമീമ റോഡ്രിഗസിനെ അറിയാത്തവരായി ആരുമുണ്ടാകില്ല. ബാറ്റുകൊണ്ടും പന്തുകൊണ്ടും കളിക്കളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന യുവത്വത്തിന്റെയും ഊർജ്ജസ്വലതയുടെയും പ്രതീകമാണവർ. കളിക്കളത്തിലെ അവരുടെ മികച്ച പ്രകടനങ്ങൾക്ക് നാം കൈയടിക്കുമ്പോൾ അതിലുപരിയായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഈ ലോകത്തിന്റെ വെളിച്ചത്തിലും പ്രശസ്തിയിലും ഉയർന്നു നിൽക്കുമ്പോഴും തന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കാനും അത് പരസ്യമായി ഏറ്റുപറയാനുമുള്ള ജെമീമയുടെ ആർജവമാണ്. നമ്മുടെ യുവതലമുറ തിരക്കിട്ട ലോകത്ത് ശ്രദ്ധയും അംഗീകാരവും നേടാൻ നെട്ടോട്ടമോടുമ്പോൾ ജെമീമ നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ നൽകുന്നു. നമ്മുടെ കഴിവുകൾ ദൈവത്തിന്റെ സമ്മാനമാണ്. നമ്മൾ നേടുന്ന വിജയങ്ങൾ അവിടത്തേക്ക് മഹത്വം നൽകാനുള്ള വേദികളാണ്. ഒരു കായിക താരത്തിന്റെ ജീവിതം വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും നിറഞ്ഞതാണ്. അവിടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയണമെങ്കിൽ ആ വിശ്വാസം എത്രമാത്രം ആഴമുള്ളതായിരിക്കണം. ജെമീമയെപ്പോലെയുള്ളവർ അവരുടെ വിജയങ്ങൾ ക്രിസ്തുവിൽ അർപ്പിക്കുമ്പോൾ അത് ലോകത്തിന് ഒരു ചോദ്യം നൽകുന്നു: നിങ്ങളുടെ ജീവിതത്തിലെ പ്രകടനം ആർക്കുവേണ്ടിയാണ്? പരിശുദ്ധ വേദഗ്രന്ഥത്തിലെ ഒരു വാക്യം ജെമീമയുടെ ജീവിതത്തെ നമുക്കു മുന്നിൽ വരച്ചുകാട്ടുന്നു: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും. ഫിലിപ്പിയർ 4:13. ഈ വചനം ഒരു വെറും വാഗ്ദാനമല്ല, അത് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. ജെമീമ അവരുടെ ഓരോ മത്സരത്തിലും ഓരോ വിജയത്തിലും ഈ സത്യത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അവരുടെ കഴിവുകളോ പരിശീലനമോ ഭാഗ്യമോ അല്ല, അവരെ ബലപ്പെടുത്തുന്ന ദൈവമാണ് അവരുടെ വിജയത്തിനു പിന്നിലെ ശക്തി. ജെമീമയുടെ വാക്കുകളും ജീവിതവും ഇതാണ്: നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഇഷ്ടവിനോദം, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുന്ന മൂല്യങ്ങൾക്ക് സ്ഥാനമുണ്ട്. കായിക രംഗത്തെ തിരക്കിനിടയിലും ദൈവവചനം വായിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും അവർ സമയം കണ്ടെത്തുന്നു. ഇത് ലോകത്തേക്കാൾ വലുതാണ് എന്റെ വിശ്വാസമെന്ന ഉറച്ച ബോധ്യമാണ്. അവസാനമായി, ജെമീമ റോഡ്രിഗസ് എന്ന താരത്തെ ഒരു റോൾ മോഡലായി കാണുമ്പോൾ അവരുടെ ബാറ്റിംഗ് ശൈലി മാത്രമല്ല, അവരുടെ വിശ്വാസത്തിന്റെ ശൈലിയും നാം മാതൃകയാക്കണം. ജീവിതത്തിന്റെ കളിക്കളത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ വിശ്വാസം പരസ്യമായി ഏറ്റുപറയുക. കാരണം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കിരീടം ഈ ലോകത്തിന്റേതല്ല, അത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമാണ്. നന്ദി.